ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിളി വ്യക്തിപരമാണ്, ഒരു തർക്കവും വേണ്ട. ദൈവവും മനുഷ്യനുമായുള്ള വിളി വ്യക്തിപരമാണ്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 14 തൊട്ട് 17 വരെ നമ്മളൊന്ന് വായിക്കുകയാണെങ്കിൽ അതിങ്ങനെ എഴുതിയേക്കുന്നത്, ലോത്ത് അബ്രഹാമിനെ വിട്ടുപോയ ശേഷം യഹോവ അബ്രഹാമിനോട്, നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് കണ്ണുകൾ ഉയർത്തി വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയെല്ലാം ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും എന്നേക്കുമായി തരും. ഞാൻ നിൻ്റെ സന്തതിയെ നിലത്തിലെ പൊടി പോലെയാക്കും. മൺതരികളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിൻ്റെ സന്തതികളെ എണ്ണുവാൻ കഴിയും. നീ ചെന്ന് ദേശത്ത് സഞ്ചരിക്കുക, ഞാനത് നിനക്ക് തരും. ഈ വാക്യത്തിൽ മുഴുവൻ ദൈവം അബ്രാം എന്നൊരു വ്യക്തിയോട് മാത്രമാണ് സംസാരിക്കുന്നത്. എപ്പോഴാണ് സംസാരിച്ചത്? വെറുതെ കൂട്ടിക്കൊണ്ടുവന്ന ലോത്ത് വിട്ടുപോയ ശേഷം. നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് കണ്ണുകൾ ഉയർത്തി നോക്കുക. നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നീ കാണുന്ന ഭൂമിയെല്ലാം ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും തരും. ഞാൻ നിൻ്റെ സന്തതിയെ നിലത്തെ പൊടി പോലെയാക്കും. നീ ചെന്ന് ദേശത്ത് സഞ്ചരിക്കുക, ഞാനത് നിനക്ക് തരും. നമ്മൾ ഈ ദൈവവചനം പഠിച്ചു വരുമ്പം കൂട്ടം കൂടിയല്ല, എന്നാൽ രക്ഷിക്കപ്പെട്ട് വരുന്നവരെ കൂട്ടം ദൈവം ആക്കുകയും ചെയ്യും. പക്ഷേ ആ കൂട്ടത്തിൽ ആശ്രയിക്കാനല്ല ദൈവം നിങ്ങളെ വിളിക്കുന്നത്, ദൈവം ഓരോരുത്തരെയും വിളിക്കുന്നത്. ഈ വചനത്തിലൂടെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാകും. ഒന്ന്, ലോത്ത് അബ്രഹാമിനെ വിട്ടുപോയതിന് ശേഷം, ലോത്തുണ്ടായിരുന്ന സമയത്ത് ഇവർ ജീവിച്ചില്ലെന്നല്ല, ഇവർക്ക് സമ്പത്തുണ്ടായില്ലെന്നല്ല, പക്ഷേ ലോത്ത് വിട്ടുപോയ ശേഷമാണ്. പിന്നെ അർത്ഥം എന്നാ? ഈ ലോത്തിനെ കൂടെ കൊണ്ടുപോകാൻ ദൈവം ആഗ്രഹിച്ചിരുന്നില്ല. അബ്രഹാം ഈ ലോത്തിനെ കൂടെ കൊണ്ടുവന്നതിന് ഇപ്പുറം ഒന്നുകൂടെ ഒന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. അബ്രഹാമിൻ്റെ കുറവായിട്ടല്ല പറയുന്നത്, പക്ഷേ ഈ ലോത്ത് വിട്ടുപോയി കഴിഞ്ഞ്. ഇനി ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ ഈ അബ്രഹാമിൻ്റെ വിളി 12-1 മുതലാണ് നമ്മൾ കാണുന്നത്. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തു, നിൻ്റെ ദേശത്തെയും നിൻ്റെ ജനങ്ങളെയും നിൻ്റെ പിതൃഭവനക്കാരെയും വിട്ട്. ഇവിടെയാണ് നമ്മളിത് അക്ഷരികമായി പഠിക്കണം, ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം. ദൈവം പറഞ്ഞതാ, നിൻ്റെ ദേശത്തെയും നിൻ്റെ ജനങ്ങളെയും നിൻ്റെ പിതൃഭവനക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. 13-5 ഈ സാറായിയെയും പിന്നെ സഹോദരപുത്രനായ ലോത്തിനെയും, അത് 12-5 പറയുന്നത്. അദ്ദേഹം തൻ്റെ ഭാര്യയായ സാറായിയെയും സഹോദരൻ്റെ പുത്രനായ ലോത്തിനെയും കൂട്ടിക്കൊണ്ടാണ് പോയത്. പക്ഷെ ദൈവം പറഞ്ഞു തന്നെ, ഞാൻ നിൻ്റെ ദേശത്തെയും നിൻ്റെ ജനങ്ങളെയും നിൻ്റെ പിതൃഭവനക്കാരെയും വിട്ട്. നമ്മുടെ വിഷയം എന്താ? വിളി വ്യക്തിപരമാണ്. ദൈവത്തോട് പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ നാമത്തെ ശ്രേഷ്ഠമാക്കും, നീ ഒരനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, ഭൂമിയിലെ സകല വംശങ്ങളും നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഇവർ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോൾ അബ്രഹാമിനോട് കൂടെ യാത്ര ചെയ്തിരുന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർ ഒന്നിച്ച് താമസിച്ചാൽ ദേശത്തിന് അവരെ വഹിക്കാൻ സാധിക്കില്ലാത്ത വിധം നിലയായി, ഒരുമിച്ച് ജീവിക്കാൻ വയ്യാത്ത വിധം അവരുടെ സമ്പത്ത് അത്രയധികമായിരുന്നു. കണ്ടോ, സമ്പത്ത് അധികമായിരുന്നു, ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ 7-ാമത്തെ വാക്യമാണ്, അബ്രഹാമിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാരും ലോത്തിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാരും തമ്മിൽ കലഹമുണ്ടായിരുന്നു. കലഹമുണ്ടായി. അപ്പോൾ ചേരണ്ടാത്തവൻ കൂടത്തിൽ ചേർന്നാൽ സമ്പത്തുണ്ടായാലും അത് വലിയ കലഹത്തിൽ അവസാനിക്കും. എന്നിട്ടോ ഈ കലഹം മൂത്തപ്പം
അബ്രഹാം പറഞ്ഞു ഇതിങ്ങനെ അങ്ങ് ആയാൽ പറ്റത്തില്ല. അപ്പം അബ്രഹാം പറഞ്ഞു അതിൻ്റെ 9-ാമത്തെ വാക്യം 8-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട് നിനക്കും എനിക്കും തമ്മിലോ എൻ്റെയും നിൻ്റെയും ഇടയന്മാർ തമ്മിൽ ഒരു വഴക്കുമുണ്ടാകരുത്, നാം സഹോദരന്മാരാണല്ലോ, അതുകൊണ്ട് ദേശം മുഴുവൻ നിൻ്റെ മുമ്പിൽ ഇല്ലയോ, നമുക്ക് പരസ്പരം വേർതിരിയാം. നീ ഇടത്തോട്ട് പോകുന്നെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കോളാം, അതല്ല നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കോളാം. അവിടെ വന്നപ്പോൾ അബ്രഹാമിന് മനസ്സിലായി ഇത് കളി മുന്നോട്ട് പോവുകയില്ല. ഇത് മാനമര്യാദയ്ക്ക് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വരാതിരുന്നായിരുന്നെങ്കിൽ അവൻ ആ മൊസപ്പൊട്ടോമിയയിലുള്ള സംവിധാനത്തിൽ അവിടെ ജീവിച്ചുകൊണ്ടിരും. അവനെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. എന്നിട്ടോ പിന്നീട് നമ്മൾ നോക്കുമ്പം ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാതെ ഇത് പോവുകയല്ലെന്നായി. കാരണം അവർ പറഞ്ഞു നമ്മൾ സഹോദരന്മാരാ, പിരിഞ്ഞില്ലെങ്കിൽ അടി വെച്ച് തീരും. അങ്ങനെ പിരിയാൻ തീരുമാനിച്ചു. അങ്ങനെ പിരിയാൻ തീരുമാനിച്ചപ്പം അബ്രഹാം പറഞ്ഞു നീ വലത്തോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കോളാം, അല്ല നീ ഇടത്തോട്ട് പോവുകയാണെങ്കിൽ ഞാൻ വലത്തോട്ട്. പുള്ളി എങ്ങോട്ട് പോകാനും തയ്യാറായിരുന്നു. കാരണം പുള്ളിയെ വിളിച്ചത് ദൈവമാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടും പുള്ളിക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം ഉള്ളതുകൊണ്ടും അബ്രഹാമിന് പോകാമായിരുന്നു. എന്ത് സംഭവിച്ചെന്നറിയാമോ? ലോത്ത് ഈ കേട്ടത് വലത്തോട്ട് പോകണോ ഇടത്തോട്ട് എങ്ങനെ വേണം പോകാമെന്ന് പറഞ്ഞപ്പോൾ ലോത്ത് തലയുയർത്തി നോക്കി, യോർദാൻ സമഭൂമി മുഴുവനും യഹോവയുടെ തോട്ടം പോലെയും സോവാർ വരെയുള്ള ഈജിപ്ത് ദേശം പോലെയും ജലസമൃദ്ധിയുള്ളതെന്ന് കണ്ടു. അപ്പോൾ അങ്ങേരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പം നല്ലതാണെന്ന് കണ്ട സ്ഥലം, ജലസമൃദ്ധി ഉണ്ടെന്നുള്ള സ്ഥലം, താഴ്വാരമെന്ന് കണ്ട സ്ഥലം അങ്ങേർക്ക് ഇഷ്ടപ്പെട്ടു. കൂട്ടത്തിൽ വന്നവന്, അതായത് വിളി അബ്രാമിന് സ്ഥലം വീതം വെക്കുന്ന കാര്യം വന്നപ്പം ഏറ്റവും നല്ല സ്ഥലം ഇവൻ പിടിച്ചു. ഇവൻ പിടിച്ചിട്ട് എന്നാ ചെയ്തെന്നറിയോ? ഇവൻ അങ്ങോട്ട് പോയി. അപ്പോൾ ഇത് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ കിഴക്കോട്ട് യാത്ര. അങ്ങനെ അവർ ഇരുവരും പിരിഞ്ഞു. അബ്രഹാം കനാൻ ദേശത്ത് പാർത്തു. ലോത്ത് സമതലങ്ങളുടെ ഇടയിൽ താമസിച്ചു. സോതോമിന് സമീപം വരെ കൂടാരം മാറ്റി അടിക്കുകയും ചെയ്തു. അതായത് പണി ഉറപ്പുള്ള സ്ഥലം വരെ കൂടാരം മാറ്റി അടിച്ചു. അപ്പോൾ നമ്മൾ 13:13 വരുമ്പോൾ അവിടെ എഴുതിയേക്കുന്നത് സോതോമിലെ ആളുകൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാപാപികളുമായിരുന്നു. അപ്പോൾ ഒരു കാര്യം നമുക്കിങ്ങനെ മനസ്സിലാക്കാം, ദൈവം പറയാത്തവരെ കൂടെ കൂട്ടരുത്. കൂട്ടിക്കൊണ്ട് വന്നാൽ ആവശ്യമില്ലാത്ത ശത്രുത, കലഹം, വേർപിരിയൽ, കുറ്റപ്പെടുത്തൽ, വേദന എല്ലാം ഉണ്ടാകും. അത് നിശ്ചയം. 2, ഈ ദൈവം വിളിച്ചവൻ അനാവശ്യ ആളുകളെ കൂട്ടിക്കൊണ്ട് വന്നാൽ അവരുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി താമസിക്കാം. അബ്രഹാമിൻ്റെ ജീവിതത്തിലൊക്കെ അത് ഉണ്ടായി. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത് അനാവശ്യ പോരാട്ടങ്ങൾ ഉണ്ടാവാം. 4-ാമത്തെ കാര്യം, ഈ കൂടെ വരുന്നവർക്ക് ആത്യന്തികമായി ജയം ഒന്നും കിട്ടുകയല്ല. തൽക്കാലത്തേന് ഇതൊക്കെ ഒന്ന് കാണിക്കും എന്നല്ലാതെ അവനിതൊന്നും കിട്ടത്തില്ല. 4, ഈ കൂടെ വരുന്നവർ അവരുടെ നിത്യനാശത്തിൽ അത് കലാശിക്കും. നമ്മളോർക്കും നമ്മുടെ വലിയ ദയയല്ലേ, അവനെയും കൂടെ കൊണ്ടുപോകാം, അവൻ പാവമല്ലേ, അവന് കഷ്ടമല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാലും അത് അവസാനം നമ്മളും അവരും തമ്മിൽ തെറ്റുകയും ചെയ്യും. അവരുടെ നാശത്തിന് നമ്മൾ കുറ്റക്കാരുമായി മാറും. പക്ഷേ ആ ദയ, ഈ ദൈവം അങ്ങനെ ഒരു ദയ നമ്മളിൽ നിന്ന് ഇച്ഛിക്കുന്നില്ല. അതിനടിസ്ഥാനപരമായ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഓരോ വ്യക്തികൾക്കും ദൈവമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ദയയെ സ്നേഹവും കാണിച്ച് മറ്റൊരുത്തൻ അവൻ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നമ്മളെ കാണാൻ ഇടയാകരുത്. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, എൻ്റെ മഹത്വം ഞാൻ ഒരുത്തനും വിട്ടുകൊടുക്കില്ല. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പം നമ്മൾ വേറൊരുത്തിന് ദൈവമാകാൻ പോയാൽ അത് അവൻ്റെ ജീവിതത്തിലും നഷ്ടമാകും, നമ്മുടെ ജീവിതത്തിലും നഷ്ടമാകും. അതുകൊണ്ട് ഈ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെയും ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയും നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. വിളി വ്യക്തിപരമാണ്. വ്യക്തിപരമായാണ് ദൈവം ആളുകളെ വിളിക്കുന്നത്. നമ്മളും ദൈവവുമായുള്ള ബന്ധം, ഈ ബന്ധത്തിന് വിരുദ്ധമായി ഒരു വ്യക്തി ഇതിനകത്ത് വന്ന് കയറുകയോ ഇതിനകത്ത് സഹകരിക്കുകയോ ചെയ്യുമ്പോൾ അല്പകാലത്തേക്ക് ഇരു കൂട്ടർക്കും അതിനകത്ത് ചില വളർച്ചകളും ഉയർച്ചകളും ഒക്കെ ഉണ്ടെങ്കിലും അത് ശാശ്വതമായി വളർച്ചയല്ല. അല്പം കഴിയുമ്പോൾ എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും, അത് തല്ലിപ്പിരിയും, അത് പിണക്കമാകും, അത് വിഷയമാകും. അതുകൊണ്ട് പറയട്ടെ, വിളി വ്യക്തിപരമായതുകൊണ്ട്
ഇതേ പ്രശ്നം തന്നെ നമ്മൾ പിന്നീട് മുന്നോട്ടൊക്കെ പഠിക്കുമ്പോൾ ഈ മോശയും അഹറോനും ചേർന്ന് വരുമ്പോൾ സത്യത്തിൽ ദൈവം മോശയെ മാത്രമായിട്ട് വിളിച്ചതാണ്. അഹറോനെയും കൂടെ കൂട്ടിക്കഴിഞ്ഞ് പിന്നീടുണ്ടായ പ്രശ്നം കാളക്കുട്ടിയെ ഉണ്ടാക്കിയതും ഒക്കെ ഈ അഹറോൻ വന്നു കഴിഞ്ഞാൽ അഹറോൻ പറഞ്ഞ് ഞാനിതെല്ലാം കൂടെ മേടിച്ച് തീക്കകത്ത് ഇട്ടതേ ഉള്ളൂ, തന്നെ ഉണ്ടായി വെളി വന്നു. എന്നാൽ അങ്ങനെയൊന്നുമല്ല, അങ്ങേര് കൂടി പണിത് തന്നെയാണ്. അതുകൊണ്ട് വിളി വ്യക്തിപരമാണെങ്കിൽ എൻ്റെ പ്രിയ സഹോദര സഹോദരി, നിങ്ങളെ വ്യക്തിപരമായി ദൈവം വിളിക്കുന്നു. ആ വിളി നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ഈ അബ്രഹാമിന് ദാസന്മാരും ദാസിമാരും ഇടയന്മാരും ഒക്കെ കൂട്ടത്തിലുണ്ടായിരുന്നു, അവർക്ക് സുഹൃത്തുക്കളും സ്നേഹിതരും ഒക്കെ ഉണ്ടായിരുന്നു. അത് ദൈവം കൂട്ടിച്ചേർക്കുന്നതാണ്. ദൈവം കൂട്ടിച്ചേർക്കുന്നതല്ലാത്തതെല്ലാം, അപ്പോഴും ഒരു കാര്യം പറയട്ടെ, ആശ്രയം ദൈവത്തിലായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, എന്നെ കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് ഇന്നുകളിൽ അല്ലെങ്കിൽ ഇന്നലെ വരെ കർത്താവെ അവരവരുടെ ജീവിതത്തിൽ നിഷ്കളങ്കമായി സഹായിച്ച് അവർ മുറിഞ്ഞ മുറിവുകൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ഇന്നലെ വരെ അങ്ങനെയായിരുന്നു, ഇനി മുന്നിലോട്ട് അങ്ങനെ ആയിരിക്കാതിരിക്കാൻ ഒരു ജ്ഞാനത്തിൻ്റെ അഭിഷേകം ദൈവം പകർന്നു കൊടുക്കണമേ. ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ ദൈവം പകർന്നു കൊടുക്കണമേ. കർത്താവെ, വേണ്ടാത്തതൊന്നും പിടിക്കാതെ കർത്താവെ സ്വസ്ഥവും ശാന്തവുമായി ദൈവഹിതപ്രകാരം അവനവൻ്റെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് മാറുവാൻ ദൈവം ഈ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, ദൈവഹിതത്തിന് വിരുദ്ധമായ സ്നേഹങ്ങളും സന്തോഷങ്ങളും സഹായങ്ങളും ഒക്കെ ഒരു ഭാരവും ബുദ്ധിമുട്ടുമായി മാറിയ പ്രിയപ്പെട്ടവരെ അങ്ങ് ആശ്വസിപ്പിക്കണമേ. ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയത് പേരുദോഷം, വിഷമം, സങ്കടം എല്ലാം ദൈവം സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ എല്ലാം പുറകിൽ വ്യാപരിച്ച ദൈവഹിതത്തിന് വിരുദ്ധമായ നീക്കങ്ങൾ ദൈവത്തിൻ്റെ അപ്രീതിക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ അതും ദൈവം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.